ഗെയ്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് മധുരക്കിഴങ്ങ് കൊണ്ടുവന്നായിരുന്നു. അത് ഞാൻ കെറ്റിലിട്ട് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മധുരക്കിഴങ്ങ് നല്ല വട്ടത്തിലരിഞ്ഞ് നല്ലപോലെ കഴുകി എടുത്തിട്ട് നമ്മുടെ കെറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം. അതിന് നമ്മൾ സവാളയും കൊച്ചുള്ളിയും എടുത്തിട്ട് നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞതായിട്ട് അരിയണം. ഇങ്ങനെ അരിയുമ്പോൾ ഇങ്ങനെ നല്ലപോലെ കരച്ചിലൊക്കെ വരും. പക്ഷേ കഴിക്കണമെങ്കിൽ നമ്മളിതൊക്കെ സഹിക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഉടച്ചുടച്ചെടുക്കണം. അപ്പം ആ സവാളയുടെ ഇച്ചിരി കൂടെ നീരൊക്കെ ഇറങ്ങും. അപ്പോഴത്തേക്കും നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് സെറ്റായിട്ടുണ്ടായിരിക്കും. അതും മാറ്റി ആ ചമ്മന്തിയും കൂട്ടി തിന്നു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. വീട്ടിലൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. ഹോസ്റ്റലിലാണെന്ന് തോന്നത്തേ ഇല്ല. ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വീട്ടിൽ പോയി ബാക്കിയുള്ള ചേനയും ചേമ്പും അതിനൂടെ നല്ല ചുമന്നരിയുടെ കഞ്ഞിയൊക്കെ കുടിക്കാൻ തോന്നി. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്കുവും ചക്കയും ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത് തന്നെ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പണ്ടെപ്പോഴോ കഴിച്ചതൊക്കെ ടേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചക്കയും അങ്കും ആദ്യമായിട്ട് കഴിക്കുന്നതായപ്പോൾ പോലെ തന്നെ അവൾമാർക്ക് ആ ചമ്മന്തി ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി കെറ്റിലിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും റെസിപ്പീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.